യിൽ അഗ്നിസുരക്ഷാ ചട്ടങ്ങൾ കൂടുതൽ കർശനമാക്കുന്നു. സിവിൽ ഡിഫൻസിന്റെയും മുനിസിപ്പാലിറ്റിയുടെയും അംഗീകാരമില്ലാത്ത കെട്ടിട നിർമ്മാണ സാമഗ്രികൾ വിറ്റാൽ നിർമ്മാതാക്കൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ക്രിമിനൽ കേസ് ഉൾപ്പെടെയുള്ള നടപടികൾ എടുക്കുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. അഗ്നി പ്രതിരോധം ഉൾപ്പെടെയുള്ള രക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കി കെട്ടിട ഉടമകൾ ഓരോ വർഷവും സിവിൽ ഡിഫൻസിൽ നിന്ന് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്നാണ് പുതിയ നിയമം. കെട്ടിട സുരക്ഷയുമായി ബന്ധപ്പെട്ട് സമ്പൂർണ്ണ രൂപരേഖ ഏപ്രിലിൽ പൂർത്തിയാക്കും. ഉദ്യോഗസ്ഥർ പരിശോധിച്ച് എല്ലാ ഘടകങ്ങളും പൂർണ്ണമായും നിലവാരമുള്ളവയാണെന്ന് ഉറപ്പാക്കിയാണ് രൂപരേഖ തയ്യാറാക്കുക. നിർമ്മാതാക്കൾ സമർപ്പിക്കുന്ന റിപ്പോർട്ടുകൾ മുനിസിപ്പാലിറ്റി സിവിൽ ഡിഫൻസ് വിദഗ്ധ സംഘം സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും അധികൃതർ അറിയിച്ചു. സുസ്ഥിര സാമ്പത്തിക വൈവിധ്യവൽക്കരണത്തിന് UAE പ്രതിജ്ഞാബദ്ധമാണെന്ന് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അബുദാബിയിൽ സുസ്ഥിര വാരാചരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. അബുദാബി കിരീടാവകാശിയും UAE സായുധ സേന ഉപമേധാവിയുമായ ജനറൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാന്റെ സാന്നിധ്യത്തിലാണ് ഉദ്ഘാടനം നടന്നത്. ലോക ഭാവി ഊർജ്ജ സമ്മേളനം, രാജ്യാന്തര ജല ഉച്ചകോടി, രാജ്യാന്തര പുനരുൽപാദന ഊർജ്ജ ഏജൻസിയുടെ ജനറൽ അസംബ്ലി തുടങ്ങിയവ സുസ്ഥിര വാരാചരണത്തിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. അബുദാബി നാഷണൽ എക്സിബിഷൻ സെന്ററിൽ മസ്ദറിന്റെ ആഭിമുഖ്യത്തിലാണ് ചടങ്ങുകൾ. 170 രാജ്യങ്ങളിൽ നിന്ന് 33,000 പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 60ഓളം മന്ത്രിമാരും എത്തിയിട്ടുണ്ട്. കുവൈറ്റിൽ ലൈസൻസ്, വർക്ക് പെർമിറ്റ് എന്നിവയുടെ ഫീസ് വർദ്ധിപ്പിക്കാൻ നീക്കം നടക്കുന്നതായി മാൻ പവർ അതോറിറ്റി ആക്ടിംഗ് ഡയറക്ടർ അഹമ്മദ് മൂസയെ ഉദ്ധരിച്ച് അൽ എസയസ് റിപ്പോർട്ട് ചെയ്തു. ഫീസ് വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച പഠനം നടക്കുന്നതായി അദ്ദേഹം അറിയിച്ചു. നിലവിലെ തൊഴിൽ നിയമപ്രകാരം ഫീസ് വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ മന്ത്രാലയത്തിന് അധികാരമുണ്ട്. മാൻ പവർ അതോറിറ്റി ഡയറക്ടർ ബോർഡ് ഫീസ് വർധനയ്ക്ക് തത്വത്തിൽ അംഗീകാരം നൽകി. കുവൈറ്റിൽ ജോലി ചെയ്യുന്ന എല്ലാ തൊഴിലാളികൾക്കും ഏകീകൃത തൊഴിൽ കരാർ ഏർപ്പെടുത്താൻ ആലോചിക്കുന്നതായും അഹമ്മദ് മൂസ അറിയിച്ചു. കുവൈറ്റിൽ 333 പ്രവാസികളെ ജോലിക്കെടുക്കാനുള്ള ആരോഗ്യ മന്ത്രാലയത്തിന്റെ അപേക്ഷ സിവിൽ സർവീസ് കമ്മീഷൻ തള്ളി. നിലവിൽ പുരോഗമിക്കുന്ന വിപുലീകരണ പ്രവർത്തികൾക്കായിരുന്നു തൊഴിലാളികളെ ആവശ്യം. ദുബായിൽ കെട്ടിട നിർമ്മാണ മേഖലകളിൽ നിന്ന് കൊതുക്, കീടങ്ങൾ, എലി എന്നിവയെ തുരത്താൻ മുനിസിപ്പാലിറ്റി നടപടി ആരംഭിച്ചു. നിർമ്മാണ മേഖലയിൽ പണി തുടങ്ങും മുൻപ് കീടനാശിനി പ്രയോഗം നിർബന്ധമായും നടത്തിയിരിക്കണമെന്നും അധികൃതർ അറിയിച്ചു. കെട്ടിടങ്ങളിൽ താമസിക്കുന്നവർ ശുചിത്വം പാലിച്ച് സുരക്ഷിതമായ രീതിയിൽ കീടനാശിനി പ്രയോഗം നടത്തണം. കീടനാശിനികൾ പ്രയോഗിക്കാൻ ലൈസൻസ് ഉള്ള കമ്പനികളെ മാത്രമേ ചുമതലപ്പെടുത്താവൂ എന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇൻഗാസ് UAE കമ്മിറ്റിയുടെ പ്രവർത്തക കൺവെൻഷൻ നാളെ KPCC വൈസ് പ്രസിഡന്റ് MM ഹസൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാത്രി 7 മണിക്ക് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിലാണ് കൺവെൻഷൻ നടക്കുന്നത്. പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് കോഴിക്കോട് ജില്ലയിൽ പര്യടനം ആരംഭിച്ചു. മുക്കം, താമരശ്ശേരി, ഉള്ളിയേരി, പേരാമ്പ്ര എന്നിവിടങ്ങളിൽ ഇന്ന് മാർച്ച് പര്യടനം നടത്തി. 10,000 പങ്കെടുത്ത പ്രൗഢോജ്വല വരവേൽപ്പാണ് നവകേരള യാത്രയ്ക്ക് മലയോര മേഖല നൽകിയത്. 2 ദിവസം കൂടി ജാഥ കോഴിക്കോട് ജില്ലയിൽ പര്യടനം തുടരും. രാവിലെ 11 മണിയോടെ ജില്ലാതിർത്തിയായ അടിവാരത്തെത്തിയ ജാഥയ്ക്ക് കോഴിക്കോട് ജില്ലയിലെ CPIM പ്രവർത്തകർ ചേർന്ന് പ്രൗഢോജ്വല വരവേൽപ്പാണ് നൽകിയത്. കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം, ജില്ലാ സെക്രട്ടറി P മോഹനൻ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ ജാഥയെ വരവേറ്റു. ആദ്യ സ്വീകരണ കേന്ദ്രം തിരുവമ്പാടി മണ്ഡലത്തിന്റെ ഭാഗമായ മുക്കത്ത്. ജാഥാനായകനെ വരവേൽക്കാൻ 100 കണക്കിന് പ്രവർത്തകർ മണിക്കൂറുകളായി കാത്തുനിൽക്കുകയായിരുന്നു. തുറന്ന വാഹനത്തിൽ പിണറായി വേദിയിലേക്ക്. RSS ഉയർത്തുന്ന ഭീഷണിയും വെള്ളാപ്പള്ളി RSS കൂട്ടുകെട്ടുമൊക്കെയായിരുന്നു മുക്കത്തെ പ്രധാന പ്രസംഗ വിഷയം. ഒപ്പം കേരളം നേരിടുന്ന വികസന പ്രശ്നങ്ങളും. വെള്ളാപ്പള്ളി നടേശൻ നായാടി മുതൽ നമ്പൂതിരി വരെ ഞങ്ങൾ RSSന്റെ കീഴിലേക്ക് പോകുന്നുവെന്നായിരുന്നു പ്രഖ്യാപിച്ചത്. ഇപ്പോൾ എന്താ ആ വെള്ളാപ്പള്ളി നടേശന് പറയാനുള്ളത് എന്ന് നമുക്കറിയില്ല. നമ്മൾ കണ്ടല്ലോ രോഹിത്തിൻ്റെ ദാരുണമായ അന്ത്യം. RSSന്റെ നയം കൊണ്ടാണ് രോഹിത്തിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. പട്ടികജാതിക്കാരെ മനുഷ്യരായി അംഗീകരിക്കാത്ത നയം. നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന് പറഞ്ഞ് എല്ലാവരെയും RSSന്റെ കൊടിക്കീഴിൽ അണിനിരത്താൻ ശ്രമിച്ച വെള്ളാപ്പള്ളി നടേശന് ഇപ്പോൾ എന്താ പറയാനുള്ളത്? താമരശ്ശേരിയായിരുന്നു ഉച്ചയ്ക്ക് ശേഷമുള്ള ആദ്യ സ്വീകരണ കേന്ദ്രം. മലയോര കർഷകരും കുടിയേറ്റക്കാരും ഏറെയുള്ള പ്രദേശത്ത് കാർഷിക മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ പ്രധാന വിഷയമായി. ഓരോ പ്രദേശത്തിൻ്റെയും തകർച്ചയെക്കുറിച്ച് ആളുകൾ വലിയ ഉത്കണ്ഠയോടെയാണ് അവതരിപ്പിക്കുന്നത്. ആ തകർച്ചയ്ക്കെതിരായ വിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്നവർ നാടിൻ്റെ വികസനം പുറകോട്ടടിപ്പിച്ചതിനുള്ള അമർഷം ഈ കൂട്ടത്തിൽ പ്രകടിപ്പിക്കുന്നത്.
അടുത്ത സ്വീകരണ കേന്ദ്രം ഉള്ളിയേരി, തുടർന്ന് പേരാമ്പ്ര. CPIM ശക്തി കേന്ദ്രങ്ങൾ. 10,000-ങ്ങളാണ് സ്വീകരണ കേന്ദ്രത്തിലേക്ക് ഒഴുകിയെത്തിയത്. കോഴിക്കോട് ജില്ലയിലെ പര്യടനം 2 ദിവസം കൂടി തുടരും. പേരാമ്പ്രയിൽ നിന്നും ബാബുരാജ് മൊറാഴയ്ക്കൊപ്പം സാലി മുഹമ്മദ്. വയനാടിന്റെ പൊതുപ്രശ്നങ്ങൾ വിശദമായി ചർച്ച ചെയ്താണ് പിണറായി വിജയൻ നയിക്കുന്ന കേരള നവകേരള യാത്രയുടെ വയനാട് പര്യടനം പൂർത്തിയാക്കിയത്. കാർഷിക ആരോഗ്യ മേഖലകളുടെ പിന്നോക്കാവസ്ഥ, ആദിവാസി തോട്ടം മേഖലകളിലെ പ്രശ്നങ്ങൾ എന്നിവ ബന്ധപ്പെട്ടവരുമായി പിണറായി സംസാരിച്ചു. കൽപ്പറ്റ റാട്ടക്കൊല്ലി ആദിവാസി കോളനിയും സന്ദർശിച്ചാണ് അദ്ദേഹം ചുരമിറങ്ങിയത്. കഴിഞ്ഞ ദിവസം ജില്ലയിൽ 3 പര്യടനം പൂർത്തിയാക്കി വയനാട്ടിൽ തങ്ങിയ പിണറായി വിജയൻ ഇന്നു രാവിലെ വിവിധ നേതാക്കളുമായി ചർച്ച നടത്തി. ജില്ല പൊതുവിൽ നേരിടുന്ന പ്രശ്നങ്ങളും പരിഹാര ശ്രമങ്ങളും വിശദമായി പരിശോധിച്ചു. ജില്ലയിലെ വിവിധയിടങ്ങളിൽ നിന്നെത്തിയ ആദിവാസി നേതാക്കളുമായും ഗോത്രാംഗങ്ങളുമായും ഒരുമിച്ചിരുന്നായിരുന്നു പ്രഭാത ഭക്ഷണം. പിന്നീട് ഇവരുമായി ആശയവിനിമയം നടത്തി. കഴിഞ്ഞ LDF ഭരണകാലത്ത് നടപ്പാക്കിയ പല ആദിവാസി ക്ഷേമ പദ്ധതികളും നിലച്ചതായി നേതാക്കൾ അദ്ദേഹത്തോട് പറഞ്ഞു. പെൻഷൻ, ഭൂവിതരണം, ഭവന നിർമ്മാണം, ആരോഗ്യക്ഷേമ പദ്ധതികളിൽ നിലച്ചതോടെ ദുരിതപൂർണമായ ആദിവാസി ദുരിതങ്ങളെക്കുറിച്ച് അവർ അദ്ദേഹത്തോട് നേരിട്ട് വിവരിച്ചു. മറുപടി പറഞ്ഞ പിണറായി നല്ല കാലം അകലെയില്ലെന്ന് പറഞ്ഞത് ആവേശത്തോടെയാണ് കൂടിക്കാഴ്ചയ്ക്കെത്തിയവർ എതിരേറ്റത്. പിണറായിക്കൊപ്പം CPM ജില്ലാ സെക്രട്ടറി CK ശശീന്ദ്രൻ, ജാഥാംഗങ്ങളായ PK ബിജു, MB രാജേഷ്, KT ജലീൽ, A സമ്പത്ത്, സൈനബ ടീച്ചർ, ജാഥാ മാനേജർ MV ഗോവിന്ദൻ മാസ്റ്റർ, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TP രാമകൃഷ്ണൻ തുടങ്ങിയവരുണ്ടായിരുന്നു. പിന്നീട് നടന്ന വാർത്താ സമ്മേളനത്തിലും പിണറായി വിജയൻ വയനാട് പൊതുവിൽ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളെക്കുറിച്ച് പതിവിലധികം സമയമെടുത്ത് സംസാരിച്ചു. UDFന്റെ നയത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് ഒരു പരിഗണനയുമില്ല. ആ കെടുതി മുഴുവൻ ആദിവാസി ജനവിഭാഗം ഇവിടെ അനുഭവിക്കുകയാണ്. കൽപ്പറ്റയ്ക്കടുത്ത് റാട്ടക്കൊല്ലി ആദിവാസി കോളനിയിലെത്തിയ പിണറായി വിജയനെ ആദിവാസി സമൂഹം ഹൃദയപൂർവ്വം സ്വീകരിച്ചു. ഇവിടെ അരമണിക്കൂറോളം ചെലവഴിച്ച പിണറായി വിജയൻ നവകേരള യാത്രയുടെ കോഴിക്കോട് പര്യടനങ്ങൾക്കായി ചുരമിറങ്ങി. വയനാടിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ പുതിയൊരു അധ്യായം എഴുതി ചേർത്തുകൊണ്ട് പുതിയ പ്രതീക്ഷകളുടെയും. ക്യാമറമാൻ ജിബേഷിനൊപ്പം വയനാട്ടിൽ നിന്നും അനൂപ് KR. ടൈറ്റാനിയം അഴിമതി കേസിൽ വിജിലൻസിനെ ഉപയോഗിച്ച് രക്ഷപ്പെടാനുള്ള ഉമ്മൻചാണ്ടിയുടെ തന്ത്രം പൊളിഞ്ഞെന്ന് പിണറായി വിജയൻ. ഹൈക്കോടതിയുടേത് പ്രാധാന്യമർഹിക്കുന്ന ഇടപെടലെന്നും പിണറായി പറഞ്ഞു. നവകേരള മാർച്ചിനോടനുബന്ധിച്ച് വയനാട്ടിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു പിണറായി വിജയന്റെ പ്രതികരണം. ഇപ്പോൾ ഹൈക്കോടതി ഉമ്മൻചാണ്ടിയുടെ നീക്കങ്ങളെയെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് അന്വേഷണം തുടരണം എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ചെയ്ത കാര്യങ്ങൾ ഉമ്മൻചാണ്ടി നേതൃത്വം കൊടുത്തുകൊണ്ട് ചെയ്ത കാര്യങ്ങൾ ശരിയല്ല എന്നും ഇതോടെ വ്യക്തമായി കഴിഞ്ഞു. ശരിയായ അധികാര ദുരുപയോഗം നടന്നിട്ടുണ്ട് എന്നാണ് ഇതിൻ്റെ ഭാഗമായി നമുക്ക് കാണാൻ സാധിക്കുക. ടൈറ്റാനിയം അഴിമതി കേസിൽ ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീത ആയിരിക്കണമെന്നത് ഇവിടെയും പ്രസക്തമാണ്. അഴിമതി ആരോപണങ്ങളിൽ വികൃതമായിരിക്കുന്ന സർക്കാർ ജനങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കുന്നുവെന്നും കോടിയേരി തന്റെ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. അതേസമയം ടൈറ്റാനിയം കേസിൽ ഉമ്മൻചാണ്ടിയെ 1-ാം പ്രതിയാക്കി അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടു. ഉമ്മൻചാണ്ടിയുടെ ഗൂഢനീക്കങ്ങൾക്കേറ്റ തിരിച്ചടിയാണ് കോടതി വിധിയെന്നും VS പ്രസ്താവനയിൽ പറഞ്ഞു. ചന്ദ്രബോസ് വധക്കേസിൽ പ്രതി മുഹമ്മദ് നിസാം കുറ്റക്കാരനെന്ന് തൃശൂർ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി. കുറ്റങ്ങളെല്ലാം തെളിഞ്ഞുവെന്നും കൊലപാതകം ഉൾപ്പെടെ 9 കുറ്റങ്ങൾ തെളിഞ്ഞതായും കോടതി വ്യക്തമാക്കി. ശിക്ഷ നാളെ പ്രഖ്യാപിക്കും. മുഹമ്മദ് നിസാം കുറ്റക്കാരനാണെന്ന് വിധിച്ച കോടതി ശിക്ഷ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് പ്രതിഭാഗത്തിന്റെയും പ്രോസിക്യൂഷന്റെയും വാദം കേട്ടു. നിരായുധനായ ഒരാളെ അപകടകരമായ വാഹനം ഉപയോഗിച്ച് മനുഷ്യത്വരഹിതമായി ഇടിച്ചു കൊലപ്പെടുത്തിയ പ്രവൃത്തി അപൂർവങ്ങളിൽ അപൂർവമായി കണ്ട് പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നും 5 കോടി രൂപ നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിടണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. സുപ്രീം കോടതിയുടെ 12ഓളം വിധിന്യായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് 1978 മുതൽ 2015 ഇപ്പോൾ വരെയുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ പരമാവധി ശിക്ഷയായിട്ടുള്ള വധശിക്ഷ വേണമെന്ന നിലയ്ക്ക് പ്രോസിക്യൂഷൻ വാദിച്ചു. എന്നാൽ പ്രതി ഉന്മാദ രോഗിയാണെന്നും ശിക്ഷയിൽ പരമാവധി ഇളവ് വേണമെന്നും പ്രതിഭാഗം ആവശ്യപ്പെട്ടു. അതേസമയം മുഹമ്മദ് നിസാമിന് പരമാവധി ശിക്ഷ നൽകണമെന്ന് ചന്ദ്രബോസിന്റെ ഭാര്യ ജമന്തി ആവശ്യപ്പെട്ടു. 2015 ജനുവരി 29 സെക്യൂരിറ്റി ജീവനക്കാരനായ ചന്ദ്രബോസിനെ മുഹമ്മദ് നിസാം വാഹനമിടിച്ച് കൊലപ്പെടുത്തിയത്. പേരാമംഗലം CIയുടെ നേതൃത്വത്തിൽ അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ച കേസിൽ 8 മാസം നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് തൃശൂർ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി നിസാമിനെ കുറ്റക്കാരനായി വിധിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് വെള്ളാപ്പള്ളിക്കെതിരെ പ്രാഥമിക അന്വേഷണത്തിന് തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവിട്ടു. വെള്ളാപ്പള്ളി ഉൾപ്പെടെ 4 പേർക്കെതിരെയാണ് വിജിലൻസ് അന്വേഷണം. VS നൽകിയ ഹർജിയിലാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്.
പിന്നാക്ക വികസന കോർപ്പറേഷനിൽ നിന്ന് 2% പലിശയ്ക്ക് SNDP യോഗത്തിന് ലഭിക്കുന്ന തുക 15 മുതൽ 18% വരെ പലിശയ്ക്ക് SNDP ശാഖകൾ വഴി വിതരണം ചെയ്ത സംഭവത്തിൽ 5000 കോടി രൂപയുടെ ക്രമക്കേട് നടന്നു എന്നായിരുന്നു ഹർജിക്കാരനായ പ്രതിപക്ഷ നേതാവിന്റെ ആക്ഷേപം. വിജിലൻസ് നടത്തിയ ദ്രുത പരിശോധനയിൽ 80 ലക്ഷം രൂപയുടെ പ്രാഥമികമായ ക്രമക്കേട് മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ കണ്ടെത്തുകയും ചെയ്തു. ഈ റിപ്പോർട്ടും VSന്റെ അഭിഭാഷകന്റെ വാദവും പരിഗണിച്ചാണ് കേസിൽ 4 പേർക്കെതിരെ പ്രാഥമിക അന്വേഷണം നടത്താൻ തിരുവനന്തപുരം വിജിലൻസ് കോടതി ജഡ്ജി ജോൺ ഇല്ലിക്കാടൻ ഉത്തരവിട്ടത്. യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ, SNDP യോഗം പ്രസിഡന്റ് MN സോമൻ, മൈക്രോ ഫിനാൻസ് പദ്ധതിയുടെ കോർഡിനേറ്റർ KK മഹേശൻ, പിന്നാക്ക വികസന കോർപ്പറേഷൻ MD N നജീബ് എന്നിവരാണ് കേസിലെ ആരോപണ വിധേയർ. വ്യാജരേഖകൾ ചമച്ചാണ് പ്രതികൾ തിരിമറി നടത്തിയതെന്നും ഹർജിയിൽ ആക്ഷേപമുണ്ടായി. എന്നാൽ തനിക്ക് ഈ തിരിമറിയുമായി നേരിട്ട് ബന്ധമില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. എല്ലാവർക്കും അറിയാം, നേരിട്ട് എനിക്ക് ഒരു ബന്ധവും ഈ സാമ്പത്തിക ഇടപാടുമായിട്ടില്ലെന്ന്. എന്നാൽ വെള്ളാപ്പള്ളിയുടെ വാദം നിലനിൽക്കില്ലെന്ന് VSന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ പറഞ്ഞു. ഏത് പ്രതിക്കും എന്തെങ്കിലും ഒരു ന്യായം പറയാൻ കാണും. അതിൻ്റെ ഭാഗമായിട്ട് അതിനെ എടുത്താൽ മതി. കാരണം കരാർ ചെയ്തിരിക്കുന്നത് NGO, അതായത് SNDP യോഗവുമായിട്ടാണ്. പണം കൈപ്പറ്റിയിരിക്കുന്നതും NGO ദാറ്റ് മീൻസ് SNDP യോഗത്തിന് വേണ്ടി ശ്രീ വെള്ളാപ്പള്ളി നടേശനാണ്. അപ്പോൾ താൻ കൈപ്പറ്റിയ പണത്തിൻ്റെ ഉത്തരവാദി താൻ തന്നെയാണ്. മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ അന്വേഷണം നടത്താൻ തീരുമാനിച്ചതോടെ സമ്മർദ്ദത്തിലാവുന്നത് വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ്. വരും ദിവസങ്ങളിൽ അന്വേഷണത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വെളിയിൽ വരുന്നതോടെ BDJS എന്ന പാർട്ടിക്കും അവരുടെ സഖ്യകക്ഷിയായ BJPക്കും ഇത് രാഷ്ട്രീയമായി കൂടി വിശദീകരിക്കേണ്ടതായി വരും. പ്രത്യേക വിജിലൻസ് കോടതിയിൽ നിന്നും ക്യാമറമാൻ നജീബിനൊപ്പം S ജീവൻകുമാർ, തിരുവനന്തപുരം. വെള്ളാപ്പള്ളിക്കെതിരായ കോടതി ഉത്തരവ് സ്വാഗതാർഹമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. പൊതുമേഖലാ സ്ഥാപനവുമായുള്ള ഇടപാടിൽ 5000 കോടിയുടെ ക്രമക്കേട് നടന്നതിലും അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്ന് VS പറഞ്ഞു. കോടതി വിധി വന്ന പശ്ചാത്തലത്തിൽ വെള്ളാപ്പള്ളി SNDP ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കണമെന്ന് VM സുധീരൻ അഭിപ്രായപ്പെട്ടു. മൈക്രോ ഫിനാൻസ് തട്ടിപ്പിലൂടെ സ്വന്തം അണികളെ കബളിപ്പിക്കാനാണ് വെള്ളാപ്പള്ളി അവസരമൊരുക്കിയതെന്ന് സുധീരൻ കൂട്ടിച്ചേർത്തു. പിന്നോക്ക സമുദായ കോർപ്പറേഷനിൽ നിന്ന് എടുത്തിട്ടുള്ള തുകയിൽ 5% വരെ പലിശ വാങ്ങാവൂ എന്നുള്ള നിർദ്ദേശത്തിന് വിരുദ്ധമായി 16-18% വാങ്ങിയിട്ടുള്ളത്. ആ ക്രമക്കേടിനെ സംബന്ധിച്ച് പാവപ്പെട്ട അമ്മമാരെയും സഹോദരിമാരെയും കബളിപ്പിച്ചതിനെ സംബന്ധിച്ചുള്ള ആക്ഷേപമാണ് കൊടുത്തത്. ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ വിധി ഏറെ സന്തോഷകരവും അഭിനന്ദനാർഹവുമാണ്. അതേസമയം തന്നെ ഞാൻ 5000 കോടിയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നെടുത്തിട്ടുള്ള തുകയുണ്ട്. അതും ഇതുപോലെ തന്നെ ക്രമക്കേട് നിറഞ്ഞതാണ്. അതിനുള്ള പെറ്റീഷൻ കൊടുക്കാൻ പോകുന്നു. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് തനിക്കിതിൽ ബന്ധമില്ല, താഴെയുള്ള ആളുകൾക്കാണ് ഉത്തരവാദിത്തമെന്ന് പറയുന്നു. ഉത്തരവാദിത്തം ഒഴിഞ്ഞു മാറാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ഒരു കാരണവശാലും ഈ കാര്യത്തിൽ ഇതിൻ്റെ നടത്തിപ്പിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാനാകില്ല. സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിന് മന്ത്രിസഭയുടെ അനുമതി. മന്ത്രിസഭ ഉപസമിതി നിർദ്ദേശിച്ച ഭേദഗതികളോടെയായിരിക്കും നടപ്പാക്കുക. 2014 ജൂലൈ 1 മുതൽ മുൻകാല പ്രാബല്യത്തിലായിരിക്കും ശമ്പളം നൽകുക. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. അതേസമയം ശമ്പള പരിഷ്കരണം ഉദ്യോഗസ്ഥരോട് കാണിച്ച വഞ്ചനയാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ ദളിത് വിദ്യാർത്ഥിയെ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വസ്തുതകൾ വളച്ചൊടിക്കുന്നുവെന്ന് കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രി സ്മൃതി ഇറാനി. സർവകലാശാലയിലുണ്ടായത് ദളിതരും ദളിത് വിരുദ്ധരും തമ്മിലുള്ള പ്രശ്നമല്ലെന്നും ഇറാനി വിശദീകരിച്ചു. സ്മൃതി ഇറാനി കള്ളം പറയുകയാണെന്ന് ഹൈദരാബാദ് സർവകലാശാലയിൽ സമരം നടത്തുന്ന വിദ്യാർത്ഥികൾ പ്രതികരിച്ചു. അതേസമയം രാജ്യവ്യാപക പ്രതിഷേധം തുടരുകയാണ്. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഹൈദരാബാദ് സർവകലാശാല സന്ദർശിച്ചു. ദളിത് വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ പുരോഗമന കലാസംഘം സെക്രട്ടേറിയറ്റ് നടയിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കുറ്റവാളികളെ ജയിലിൽ അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് നടത്തിയ കൂട്ടായ്മ KN പണിക്കർ ഉദ്ഘാടനം ചെയ്തു. ഏഴാശ്ശേരി രാമചന്ദ്രൻ, പ്രഭാവർമ്മ തുടങ്ങിയവർ പങ്കെടുത്തു. നാറാത്ത് കേസിൽ 21 പേർ കുറ്റക്കാരെന്ന് കൊച്ചി NIA കോടതി. ഒന്നാം പ്രതിക്ക് 7 വർഷം തടവും 5000 രൂപ പിഴയും, 2 മുതൽ 21 വരെ പ്രതികൾക്ക് 5 വർഷം തടവും 5000 രൂപ പിഴയും വിധിച്ചു. 22ാം പ്രതി കമറുദ്ദീനെ കോടതി വെറുതെ വിട്ടു.
സോളാർ കേസിൽ മുഖ്യമന്ത്രിക്ക് അനുകൂലമായി ADGP ഹേമചന്ദ്രന്റെ മൊഴി. മുഖ്യമന്ത്രി പേഴ്സണൽ സ്റ്റാഫിന്റെ ഫോണിൽ നിന്ന് സരിതയെ വിളിച്ചിട്ടില്ലെന്ന് ഹേമചന്ദ്രൻ സോളാർ കമ്മീഷനിൽ മൊഴി നൽകി. പാകിസ്ഥാനിലെ പെഷവാർ ബച്ചാഖാൻ സർവകലാശാലയിലുണ്ടായ ഭീകരാക്രമണത്തിൽ 4 തീവ്രവാദികളടക്കം 31 പേരുടെ മരണം സ്ഥിരീകരിച്ചു. രാവിലെ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ച ഉടനെയാണ് 10 ഭീകരർ ക്യാമ്പസിനുള്ളിൽ ആക്രമണം അഴിച്ചുവിട്ടത്. ക്യാമ്പസിനുള്ളിൽ 10 സ്ഫോടനങ്ങൾ നടന്നതായാണ് റിപ്പോർട്ടുകൾ. അതേസമയം പത്താൻകോട്ട് ഭീകരാക്രമണം നടത്തിയ 6 ഭീകരരിൽ 2 പേർ ഇന്ത്യക്കാരെന്ന് NIA. ആക്രമണം നടത്തിയത് 4 ജെയ്ഷെ മുഹമ്മദ് ഭീകരരെന്നും NIA സ്ഥിരീകരിച്ചു. 6 ജെയ്ഷെ മുഹമ്മദ് ഭീകരരാണ് ആക്രമണം നടത്തിയതെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പാലക്കാട് ജില്ല മുന്നിൽ. പാലക്കാട് 220 പോയിന്റ്, കോട്ടയം 214 പോയിന്റ്, മലപ്പുറം 211 പോയിന്റ്, കണ്ണൂർ 210 പോയിന്റ്, കോഴിക്കോട് 209 പോയിന്റ്. 56ാമത് സംസ്ഥാന കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിന്റെ കേരള നടനം ഏറെ ശ്രദ്ധേയമായി. അതേസമയം മത്സരാർത്ഥികൾക്ക് ഒരുക്കി കൊടുക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാത്തത് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചു. അഭിജ്ഞാന ശാകുന്തളമാണ് കഥ. മേനക താൻ നൊന്തുപെറ്റ മകളെ കാട്ടിൽ ഉപേക്ഷിക്കുന്നു. കാട്ടിൽ വളർന്ന കുട്ടി പക്ഷികളാൽ പരിപാലിക്കപ്പെട്ട് അങ്ങനെ ശകുന്തളയായി. കണ്ണു മഹർഷിയുടെ പുത്രി കൂടിയായ ശകുന്തള വളർന്നപ്പോൾ ദുഷ്യന്തൻ മഹാരാജാവ് വിവാഹം കഴിക്കുന്നു. ഇങ്ങനെ പോകുന്നു കഥ. ഹൈസ്കൂൾ വിഭാഗം കേരള നടനം വേദിയിൽ അവതരിപ്പിച്ച കുട്ടികളിൽ പലരും ശകുന്തളയെ അതിമനോഹരമാക്കി. നോട്ടം കൊണ്ടും ഭാവം കൊണ്ടും ചലനം കൊണ്ടും അവർ ദുഷ്യന്തനെ തേടി നടക്കുന്ന ശകുന്തളയായി. ഹസ്തിനപുരത്തിലെ ദുഷ്യന്ത മന്നവൻ മൃഗയാലോലനായി കാനനം പൂവേ ആശ്രമ കന്യകയിൽ അനുരക്തയായി. വേദിയിൽ നിന്നും പുറത്തു വന്ന ശകുന്തളയ്ക്ക് പറയാനുണ്ടായിരുന്ന കഥ മറ്റൊന്നാണ്. ഇവിടെ മേക്കപ്പ് ചെയ്യാനുള്ള സൗകര്യം ഇല്ലായിരുന്നു. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടായത്. സ്റ്റേജ് നല്ല സ്റ്റേജായിരുന്നു, കളിക്കാനൊക്കെ പറ്റുന്നുണ്ട്. പക്ഷേ വലിയ സ്റ്റേജ് ആയതുകൊണ്ട് കവർ ചെയ്ത് കളിക്കാൻ ഒരിക്കലും പറ്റിയിട്ടില്ല. വേദിക്ക് പിന്നിലും മുന്നിലുമായി കണ്ട ചില കാഴ്ചകൾ ഈ പരാതി അടിവരയിട്ട് അരക്കിട്ടുറപ്പിക്കുന്നു. വേദി നിറഞ്ഞാടിയ ശകുന്തളമാർക്ക് പക്ഷേ വേദിയിലെത്തുന്നതിന് മുമ്പ് ഒരുക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയില്ല എന്നൊരു പരാതിയാണ് ഉയർന്നു വരുന്നത്. ക്യാമറമാൻ ദേവദത്തൻ പകർത്തിയ ചിത്രങ്ങൾക്കൊപ്പം വിജേഷ് നടുവിൽ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ് പാലക്കാട് ശാഖ ഏർപ്പെടുത്തിയ ഗ്ലോബൽ ബിസിനസ് ലീഡർഷിപ്പ് അവാർഡ് ഇറാം ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ സിദ്ദിഖ് അഹമ്മദിന് സമ്മാനിച്ചു. പാലക്കാട് നടന്ന ചടങ്ങിൽ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് CMD ഡോക്ടർ A. അയ്യപ്പനിൽ നിന്ന് സിദ്ദിഖ് അഹമ്മദ് അവാർഡ് ഏറ്റുവാങ്ങി. ബിസിനസ് മേഖലയിൽ നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് അവാർഡ് നൽകിയത്. വിവിധ മേഖലയിൽ മികവ് പുലർത്തിയവർക്കും ചടങ്ങിൽ അവാർഡ് കൈമാറി. കേരളത്തിലെ സ്വർണത്തിന്റെ വാറ്റ് നിരക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേതിന് തുല്യമായ 1% നിജപ്പെടുത്തണമെന്ന് സ്വർണ്ണ വ്യാപാരികളുടെ സിമ്പോസിയത്തിൽ അഭിപ്രായമുയർന്നു. അതിനോടൊപ്പം കോമ്പോസിഷൻ സ്കീമിൽ ഭേദഗതി വരുത്തണമെന്നും ആവശ്യങ്ങൾ ഉയർന്നു. കണക്കിൽ കാണിക്കാതെ വ്യാപാരം നടത്തുന്നവരെ ടാക്സ് നെറ്റ്വർക്കിലേക്ക് കൊണ്ടുവരുന്നതിന് പ്രോത്സാഹനം നൽകണം. നികുതി വെട്ടിക്കുന്നവർക്ക് കർശനമായ പെനാൽറ്റിയും ഇൻഫർമേഷൻ നൽകുന്നവർക്ക് നിശ്ചിത ശതമാനം പാരിതോഷികവും പ്രഖ്യാപിക്കണമെന്നും ആവശ്യമുയർന്നു. വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി, തോമസ് ഐസക് MLA, മലബാർ ഗോൾഡ് ഡയറക്ടർ MB അഹമ്മദ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു.